ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവചനം. സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് ആരെ വിഴുങ്ങണമെന്നറിയാതെ അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, കാൽവരിയിലേക്കുള്ള യാത്രയാണ് നമ്മളെ തകർക്കാൻ വേണ്ടി തലങ്ങും വിലങ്ങും പിശാച് നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വചനം എന്ന് പറയാണ്, ആര് വിഴുങ്ങണമെന്നറിയാതെ പിശാച് അരിശം കൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിട്ടുകൊടുക്കരുത്. നമ്മുടെ ജീവിതത്തെ തകർക്കാനും അത് സ്വന്തമാക്കാനും അവർ എളുപ്പമാണ്. പക്ഷെ അതിജീവിക്കുക എന്നത് ഒരു കാൽവരി യാത്ര തന്നെയാണ്. ഈശോ തൻ്റെ ഈ കാൽവരി യാത്ര പൂർത്തിയാക്കിയത് 40 ദിവസത്തിൻ്റെ ഉപവാസത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പുറത്തേക്ക് ജീവിതം ആരംഭിക്കും. നമുക്ക് കണ്ടുമുട്ടുന്നവരുടെ ഇടയിൽ ഭൗതിക ലോകത്ത് തിന്മയുടെ ഒരു കൂടാരം നമ്മളെ കാത്തിരിപ്പുണ്ട്. അവിടെയൊന്നും തളർന്നു പോകാതെ ശക്തിപ്പെടുവാൻ സ്വർഗത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ശക്തിപ്പെട്ടത് ആത്മാവ് നിറഞ്ഞപ്പോഴാണ്. നമ്മളും ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ, എല്ലാ തിന്മയും അതിജീവിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഈ ജീവിതം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് കരുത്തേകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ധൈര്യം സംഭരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.